ബാക്ക് ടു വിന്നേഴ്സ് കോച്ചിങ് സെന്റർ. ഇത് വിന്നേഴ്സ് എന്ന അഭിഷേക് സാറാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഓണം എക്സാമിന്റെ അവസാന ഘട്ട മിനുക്കുപണികളിലാണ്. അപ്പോൾ അതിനെ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി വെക്കാനായിട്ടാണ് സാർ ഇന്നിവിടെ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് ബേസിക് സയൻസിലെ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ടുവേർഡ്സ് 100-fold yield, വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് എന്ത്, ഫുഡ് എന്ന് പറയുന്നത്, ആഹാരം എന്ന് പറയുന്നത്. ആ ആഹാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃഷി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും അതുപോലെ പുതിയ പുതിയ അഗ്രികൾച്ചറൽ ടെക്നിക്സുകളൊക്കെ പഠിക്കുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ് ടുവേർഡ്സ് 100-fold yield എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരുപാടധികം ക്വസ്റ്റ്യൻസും ആയിട്ടാണ് സാർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നമ്മളെല്ലാവരും നമ്മുടെ എക്സാമിന്റെ തിരക്കിലാണ്. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, എന്നാൽ എല്ലാവരും സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What are the factors to be considered while cultivating plants? ഒരു ചെടി നട്ടു വളർത്തുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഒരു ചെടി നടുവാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എൻ്റെ എല്ലാ മക്കൾക്കും അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ആയിരിക്കണം, നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. ഓക്കെ, ഫേവറബിൾ ക്ലൈമറ്റ് ആയിരിക്കണം, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കണം. ഇപ്പോൾ മഴ കിട്ടേണ്ട സമയത്ത് കൃത്യമായിട്ട് മഴ കിട്ടണം, അതുപോലെ തന്നെ വെയിൽ കിട്ടേണ്ട സമയത്ത് കൃത്യമായിട്ട് വെയിൽ കിട്ടണം. ഓക്കെ, ഈ ഓരോരോ ക്ലൈമറ്റിലും കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കൃഷി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തായിരിക്കണം, ഫേവറബിൾ ആയിട്ടുള്ള കാലാവസ്ഥയായിരിക്കണം, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കണം. പിന്നെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്വാളിറ്റി സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. നല്ല വിത്തുകളും അതുപോലെ തന്നെ നടീൽ വസ്തുക്കളായിരിക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് മാത്രമൊന്നല്ല, അല്ലെങ്കിൽ സീഡിൽ നിന്ന്, വിത്തിൽ നിന്ന് മാത്രമൊന്നല്ല എന്ത് ചെയ്യുക, ചെടീനെ വളർത്തിയെടുക്കുക. നമുക്ക് ഒരുപാടധികം ഇല വെച്ചിട്ട് വളർത്താം, അതുപോലെ തന്നെ കമ്പ്, കാണ്ടം, നമ്മുടെ സ്റ്റെം വെച്ചിട്ട് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം വെച്ചിട്ട് ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചെടികളെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അതാണ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. നടീൽ വസ്തുക്കൾ നല്ല ക്വാളിറ്റിയുള്ള നടീൽ വസ്തുക്കളായിരിക്കണം. അതുപോലെ തന്നെ പെസ്റ്റ് കൺട്രോൾ. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് അതിനെ തിന്ന് നശിപ്പിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരാണ് കീടങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റ് എന്ന് പറയാം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കുറച്ച് മെഷേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഈസ് പ്രോപ്പർ ഇറിഗേഷൻ. നല്ല ജലസേചനം ഉണ്ടായിരിക്കണം. നമ്മളൊരു പ്ലാന്റ് നട്ടു എന്ന് വിചാരിച്ചിട്ട് അതിനവിടെ വെറുതെ വിടരുത്. എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കൃത്യമായിട്ട് വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്, പ്രോപ്പർ ഇറിഗേഷൻ. നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമുക്ക് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും വാങ്ങിക്കാനായിട്ട് പറ്റും. സോ അതിന്റെ എക്സ്ട്രാ പോയിന്റ്സ് ആണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്. പ്ലാന്റ് വിത്ത് ഹൈ ഈൽഡ്, ഉൽപാദന ശേഷിയുള്ള ചെടിയായിരിക്കണം, അതുപോലെ തന്നെ ഡിസീസ് ഫ്രീ പ്ലാന്റ് ആയിരിക്കണം, രോഗമൊന്നും ഇല്ലാത്ത സസ്യമായിരിക്കണം, അതുപോലെ തന്നെ ബ്രോക്കൺ ഓർ ക്രഷ്ഡ് സീഡ്സ് അവോയ്ഡഡ്. ഇപ്പോൾ കേട് വന്നിട്ടുള്ള വിത്തുകൾ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കോട്ട്ലിഡൻസ്, ബീജപത്രത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുള്ള വിത്തുകൾ, സീഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു പ്ലാന്റ് കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയധികം പോയിന്റ്സ് എഴുതി വയ്ക്കൊന്നും വേണ്ട, എന്നാലും ഒരു 4-5 പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, എൻ്റെ മക്കളൊന്ന് എഴുതി വെച്ചേക്കാം. നമ്മൾ ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യനും ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. Select the correct factors to be considered while selecting seeds from the following. ഇപ്പൊ താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതില് നല്ല വിത്തുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വിത്തുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഇതൊന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്തി പ്ലാന്റ്, ആരോഗ്യമുള്ള ചെടി, അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് പ്ലാന്റ്, രോഗബാധയുള്ള ചെടി, ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, മധ്യകാലത്തുണ്ടായ ഫലം, അതുപോലെ തന്നെ ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട്, ഇപ്പോ പുറന്തോടിലെ എന്തെങ്കിലും കേടുള്ള വിത്ത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക? നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ എന്തായാലും സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്, രോഗബാധയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ള പ്ലാന്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് നല്ല അടിപൊളി ആരോഗ്യവാനായിട്ടുള്ള പ്ലാന്റ് തന്നെ വേണം. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്യില്ല, ആവശ്യമില്ല. അപ്പൊ അത് നമുക്ക് വേണ്ട, അത് നമ്മൾ സെലക്ട് ചെയ്തില്ല. നെക്സ്റ്റ്
ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. മധ്യകാലത്ത് ഉണ്ടായിട്ടുള്ള ഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മധ്യകാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് മൂപ്പത്തി പോയി കഴിഞ്ഞാലും അതിന് വലിയ ഗുണങ്ങൾ ഉണ്ടായിരിക്കില്ല. ഒരുപാട് താഴെ ഭയങ്കര ടെൻഡർ ആയാലും ഭയങ്കര റോ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ആ ഒരു പ്ലാന്റിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മിഡിൽ ഏജ് അല്ലെങ്കിൽ ഒരു മിഡിൽ ലൈഫ് സ്പാനിൽ പ്ലാന്റിന്റെ മധ്യകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട്. പുറന്തോടിലെ എന്തെങ്കിലും ഡാമേജ് ഉള്ള സീഡ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്യോ, ഒരിക്കലും ഇല്ല. അപ്പോ നമ്മുടെ രണ്ട് ആൻസേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം, ആരോഗ്യമുള്ള ചെടിയായിരിക്കണം, അതുപോലെ തന്നെ ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, മധ്യകാലത്ത് ഉണ്ടായിട്ടുള്ള ചെടിയായിരിക്കണം. ഓക്കെ, സിമ്പിൾ അല്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ. എന്നാൽ നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് യു മീൻ ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നിവ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു ചാപ്റ്ററത്തെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് നോക്കാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ വിത്തിൽ നിന്ന് ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം. ക്ലിയർ ആണല്ലോ. എന്നാൽ the process of production of new offsprings from seed is called sexual reproduction. നമ്മൾ സീഡിൽ നിന്ന്, വിത്തിൽ നിന്ന് ഒരു ചെടീനെ നട്ടു വളർത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, അതിന് എക്സാമ്പിൾസും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ട, ക്യുക്യുംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളരി, അതുപോലെ തന്നെ മാംഗോ ട്രീ മാവ്, ജാക്ക് ഫ്രൂട്ട് ചക്ക അല്ലെങ്കിൽ പ്ലാവ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒന്നുമില്ല, വിത്തിട മുളപ്പിക്കുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എന്റെ മക്കളൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്തായിരുന്നു, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്നായിരുന്നു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സീഡിൽ നിന്നല്ല, സീഡ് അല്ലാത്ത വേറെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത്, ലീഫ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ട്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂകാണ്ഡം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ ഇതിൽ നിന്നൊക്കെ പ്ലാന്റ്സിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പൊ നമുക്ക് അതിന്റെ explanation ഒന്ന് നോക്കാം. The production of new saplings from new vegetative parts of the plants like root, stem, leaf, underground stem, leaf, stem, root ഇവയിൽ നിന്നൊക്കെ നമ്മൾ ഒരു ചെടീനെ, ഒരു തയ്യനെ നട്ടു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, കാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്, നമ്മുടെ കായിക പ്രജനനം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേക്കുക. ചന്ദനം, റോസ്, ഇലമുളച്ചി, ഉരുളക്കിഴങ്ങ്, ഇംഗ്ലീഷിൽ നമുക്ക് സാൻഡൽവുഡ്, റോസ്, ബ്രയോഫില്ലം, പൊട്ടാറ്റോ എന്നിങ്ങനെ വിളിക്കാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് സഹിതം, ഉദാഹരണ സഹിതം എന്റെ മക്കള് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നാൽ നമുക്ക് അതിന്റെ കുറച്ചുകൂടി എക്സ്പ്ലെയിനഡ് ആയിട്ടുള്ള ഒരു നോട്ടിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു വിത്തിൽ നിന്ന് ചെടി മുളച്ചു വരുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്നാൽ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? നമുക്കറിയാം, ഇതൊരു പ്ലാന്റിന്റെ ഒരു 3 ഭാഗങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ലീഫ്, അതുപോലെ തന്നെ സ്റ്റെം, അതുപോലെ തന്നെ റൂട്ട്, ഇല, കാണ്ഡം, വേര്. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഭൂകാണ്ഡം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇതിനെയാണ് നമ്മൾ കോമൺലി വെജിറ്റേറ്റീവ് പാർട്സ് അല്ലെങ്കിൽ കായിക ഭാഗങ്ങൾ എന്ന് പറയാം. ഏതൊക്കെയാണ്, ഇല, തണ്ട്, അതുപോലെ വേര് അല്ലെങ്കിൽ ഭൂകാണ്ഡം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ കായിക ഭാഗങ്ങൾ എന്ന് വിളിക്കുക. ഇതിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു സാപ്ലിങ്ങിനെ, നമ്മളൊരു ചെടീനെ നട്ടു വളർത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൾറെഡി പറഞ്ഞതാണ്. എന്റെ മക്കള് നന്നായി നോക്കി പോവേണ്ട ഒരു ഭാഗമാണ് എന്ത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഭാഗമാണ്. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ദ പ്രോസസ് ഓഫ് ദ പ്രൊഡക്ഷൻ of new sapling from the vegetative parts of the plants like root, stem, leaf, നേരത്തെ പറഞ്ഞതാണ് underground stem is called vegetative propagation. Okay, clear ആണല്ലോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകേണ്ട കുറച്ചധികം നടീൽ വസ്തുക്കൾ, പ്ലാന്റിംഗ് മെറ്റീരിയൽസും കൂടി ആ ഒരു പേജിൽ എടുക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആ ഒരു പേജ് നല്ല രീതിക്ക് പഠിച്ചിട്ട് പോയേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ തൊട്ട് താഴെ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അത് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, സാർ അത് ഫില്ല് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാന്റും പ്ലാന്റിംഗ് മെറ്റീരിയൽസും അല്ലെങ്കിൽ ചെടികളും അതിൻ്റെ നടീൽ വസ്തുക്കളും നമുക്കൊന്ന് നോക്കാം. ഓക്കെ,
ഓക്കെ, നമുക്കറിയാം കറി ലീഫ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. കറി ലീഫിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെം ആണ്, കാണ്ഡമാണ്, അല്ലെങ്കിൽ തണ്ടാണ്, അല്ലെങ്കിൽ കമ്പ്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ജിഞ്ചർ പ്ലാന്റിന്റെ ആണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെങ്കിൽ ഭൂകാണ്ഡം എന്ന് നമ്മൾ വിളിക്കുക. അതുപോലെ തന്നെ ബ്രയോഫില്ലത്തിന്റെ മലയാളത്തിൽ നമ്മൾ ഇല മുളച്ചി എന്ന് വിളിക്കും. അപ്പൊ നമുക്കറിയാം ഇലയിൽ നിന്ന് മുളച്ചു വരുന്നതാണ്. അപ്പൊ അതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലീഫ് ആയിരിക്കും, ഇലയായിരിക്കും. അതുപോലെ തന്നെ പെപ്പർ പ്ലാന്റ്, കുരുമുളകിന്റെ എന്തായിരിക്കും? വേരിൽ നിന്നാണ് ആ ഒരു കുരുമുളക് എന്ത് ചെയ്യുക, മുളച്ചു വരിക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇത് നമ്മളുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ആണ്, നടീൽ വസ്തുക്കൾ. അതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടേബിൾ ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, ലൈംഗിക പ്രത്യുൽപാദനവും അതുപോലെ തന്നെ കായിക പ്രജനനവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഈ ഒരു എക്സാമ്പിൾസ് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ ആണോ കിട്ടണേ അത് ആ രീതിയിൽ എഴുതി പോവാ കേട്ടോ. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഏതൊക്കെ വരും? റൂട്ട് വരും, സ്റ്റെം വരും, ലീഫ് വരും, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം വരും. അപ്പോൾ റൂട്ടിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ആൾക്കാരാണ് ബ്രെഡ് ഫ്രൂട്ട്, കടപ്ലാവ്, അല്ലെങ്കിൽ കറി ലീഫ്, വേപ്പില, അസോഫോയിറ്റിഡ, കായം, അതുപോലെ തന്നെ സാൻഡൽവുഡ്, ചന്ദനം, ആഞ്ഞിലി. ഇത്രയാണ് റൂട്ടിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് കാണ്ഡമാണ്, സ്റ്റെം ആണ്. സ്റ്റെമ്മിൽ വരുന്നതാണ് മുരിങ്ങ, പെപ്പർ പ്ലാന്റ്, റോസ്, ജാസ്മിൻ, ഹിബിസ്കസ്, ഇവയൊക്കെ. ചെമ്പരത്തി, മുല്ല, റോസ്, കുരുമുളക്, മുരിങ്ങ ഒക്കെയാണ് നമ്മുടെ സ്റ്റെമ്മിൽ നിന്ന് നമ്മൾ നട്ടു വളർത്തുന്ന ചെടികൾ. അതുപോലെ തന്നെ ലീഫിൽ നിന്ന് വരുന്നതാണ് എന്താണ്? ബ്രയോഫില്ലം, നമ്മുടെ ഇലമുളച്ചി. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ദ നൈറ്റ്, നിശാഗന്ധി. അതുപോലെ തന്നെ ബ്ലാക്ക് മ്യൂസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലപ്പന എന്ന് പറയും. അതുപോലെ തന്നെ ബിഗോണിയ എന്ന് പറയുന്ന ഒരു വേറൊരു പ്ലാന്റ് നമ്മൾ എന്താണ്? ഇലയിൽ നിന്ന് നട്ടു വളർത്തുന്നതാണ്. ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലെ അണ്ടറിൽ വരുന്നതാണ് എന്താണ്? കാച്ചില്, അതുപോലെ തന്നെ ജിഞ്ചർ, കൊളക്കേഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പ്, പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, ടെർമറിക്, ഇവയൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ ഇടയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെക്ഷൽ റിപ്രൊഡക്ഷനിലെ വളരെ ആകെ കൂടി ഒരാളേ ഉള്ളൂ. ആരാണത്? സീഡാണ്. സീഡിൽ നിന്ന് നമ്മൾ നട്ടു വളർത്തുന്ന ആൾക്കാരെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന പ്ലാന്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ, ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെയാണ് ലേഡീസ് ഫിംഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക, പിന്നെ ക്യൂക്യുംബർ, കോക്കനട്ട് ട്രീ, തെങ്ങ്, മാവ്, അതുപോലെ തന്നെ ജാക്ക് ട്രീ, പ്ലാവ്, മഹാഗണി എന്നിവ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമ്പിൾ ഉണ്ടോ അതൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാനായിട്ട് പറ്റാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ കൃത്യമായി പഠിച്ചെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരും പടി ചേർക്കാനാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു ടേബിളിൽ കറി ലീഫ് പ്ലാന്റ്, കറിവേപ്പില, അതുപോലെ തന്നെ ജിഞ്ചർ പ്ലാന്റ്, ഇഞ്ചി, താഴെ ബ്രയോഫില്ലം, ഇലമുളച്ചി, അതിന് താഴെ പെപ്പർ പ്ലാന്റ്, കുരുമുളക് എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഭൂകാണ്ഡം, അതുപോലെ തന്നെ ലീഫ്, സ്റ്റെം, വേര്, കാണ്ഡം, അതുപോലെ തന്നെ റൂട്ട്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കൃത്യമായിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ഓക്കെ, കറി ലീഫ് പ്ലാന്റ്, കറിവേപ്പില എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? നമ്മൾ റൂട്ടിൽ നിന്നാണ് മുളപ്പിച്ചെടുക്കാറ്. അതുപോലെ തന്നെ ഇഞ്ചി, ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ്, ഭൂകാണ്ഡത്തിൽ നിന്നാണ് മുളപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ബ്രയോഫില്ലം, ഇലമുളച്ചി എന്ന് പറയുന്നത് നമുക്ക് ആ പേര് കേട്ടാൽ തന്നെ അറിയാം എവിടെ നിന്നാണ്? ഇലയിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പെപ്പർ പ്ലാന്റ്, കുരുമുളക് എന്ന് പറയുന്നത് സ്റ്റെമ്മിൽ നിന്നാണ്, കാണ്ഡത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? നമ്മൾ മുളപ്പിച്ചെടുക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്കറിയാം നമ്മുടെ 7ാം ക്ലാസ്സിലെ സിലബസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായി നിൽക്കണം. കാരണം ഇത് എന്തായാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, you want a rose plant having 3 different flowers in your rose garden. Which method you adopt for this? നിങ്ങളുടെ പൂന്തോട്ടത്തിൽ 3 വ്യത്യസ്തമായിട്ടുള്ള റോസ് ചെടി വേണം. ഇതിനായിട്ട് നിങ്ങൾ ഏത് രീതിയാണ് സ്വീകരിക്കുക എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the following activities are done by a student for this. Arrange the steps in this correct order. ഇതിനായി ഒരു വിദ്യാർത്ഥി നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻസേർട്ട് ദ ബഡ് ഇൻ ടു കട്ട് ഓൺ ദ ബാർക്കിലേക്ക് എന്ത് ചെയ്യണം? പുറന്തൊലിയിലെ മുറിവിലേക്ക് മുകുളം ഒന്ന് ഒട്ടിക്കണം. നെക്സ്റ്റ്, റാപ്പ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബഡ് ഈസ് എക്സ്പോസ്ഡ്. മുകുളം വെളിപ്പെടുന്ന രീതിയിൽ പൊതിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, പീൽ ഓഫ് ദ ബാർക്ക് ഫ്രം ദ ഏരിയ വേർ ദ ബഡ് ഈസ് ടു ബി ഇൻസേർട്ടഡ്. മുകുളം ചേർക്കേണ്ട ഭാഗത്ത് നിന്ന് പുറംതൊലി നീക്കം ചെയ്യുക.
പിന്നെ വിവിധ തരം റോസ് ചെടികളിൽ നിന്ന് പുറംതൊലിയിൽ നിന്നുള്ള മുകുളങ്ങൾ ചെത്തിയെടുക്കുക. ഓക്കെ, ചൈസൽ ഓഫ് ദ ബഡ്സ് along with the bark from the different types of the rose plant. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഈ മെത്തേഡ്? നമുക്ക് ഒരുപാടധികം മെത്തേഡ്സ് നമ്മുടെ ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ബഡ് എന്നൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഏതായിരിക്കും ഈ മെത്തേഡ്? വളരെ ഈസിയാണ്. എന്താണ്? ബഡ്ഡിംഗ് ആണ്, അല്ലെങ്കിൽ മുകുളനമാണ്. ഈ മുകുളം വെട്ടി ഒട്ടിക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളനം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അതിന്റെ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലല്ല നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ആദ്യത്തെ വരുന്നത് ചൈസൽ ഓഫ് ദ ബഡ് along with the bark from the different types of the rose plant. വിവിധ തരം റോസ് ചെടികളിൽ നിന്ന് പുറംതൊലിയിൽ നിന്ന് മുകുളങ്ങൾ ചെത്തിയെടുക്കണം. നെക്സ്റ്റ്, peel off bark from the area where the bud is to be inserted. മുകുളം ചേർക്കേണ്ട ഭാഗത്ത് നിന്ന് പുറംതൊലി നീക്കം ചെയ്യുക. Insert the bud into the bark. പുറംതൊലിയിലെ മുറിവിലേക്ക് മുകുളം തിരുകുക. നെക്സ്റ്റ്, wrap it such a way that the bud is exposed. മുകുളം വെളിയിൽ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? പൊതിയുക. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ. അപ്പോൾ നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്ന കാര്യം എന്താണ്? ആ ഒരു സ്റ്റെപ്പ്, ബഡ്ഡിങ്ങിന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇതേപോലെ തന്നെ ഒരു 3-4 മെത്തേഡും കൂടി ഉണ്ട്. അത് നല്ല കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഒരു സി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 2 things to be considered when you select plants for the budding. ബഡ്ഡിങ്ങിനായി ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നായിരുന്നു. നമുക്കറിയാം ബഡ്ഡിങ്ങിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് എന്താണ്? റൂട്ട് സ്റ്റോക്ക് ആൻഡ് സയൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്തായിരിക്കണം? റൂട്ട് സ്റ്റോക്കും സയനും ഷുഡ് ബി കോമ്പാക്റ്റബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് സ്റ്റോക്കും സയനും കൃത്യമായിട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതായിരിക്കണം. നെക്സ്റ്റ്, ബഡ് ഷുഡ് ബി മെച്യൂർഡ്. വളർന്നുകൊണ്ടിരിക്കുന്ന മുകുളമായിരിക്കണം. നമുക്കറിയാം ബഡ് എന്ന് പറയുന്നത്, മുകുളം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ ഡെവലപ്പ് ചെയ്യുന്ന പാർട്ടിനെയാണ്. ഇപ്പോൾ ഇല വളരുന്ന ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ തണ്ട് വളരുന്ന ഭാഗമായിരിക്കാം. ഇതിനൊക്കെയാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് വിളിക്കുക? ബഡ് എന്ന് വിളിക്കുക. അപ്പൊ ആ ബഡ് എന്തായിരിക്കണം? മെച്യൂർഡ് ആയിരിക്കണം, വളർന്നുകൊണ്ടിരിക്കുന്ന മുകുളമായിരിക്കണം. നെക്സ്റ്റ്, ഗ്രോവിങ് സ്റ്റെം ആയിരിക്കണം, വളർന്നുകൊണ്ടിരിക്കുന്ന കാണ്ഡമായിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ 3 പോയിന്റ്സ് ആണ് നമ്മൾ ബഡ്ഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏതൊക്കെയാണ്? സയൻ ആൻഡ് റൂട്ട് സ്റ്റോക്ക് ഷുഡ് ബി കോമ്പാറ്റബിൾ. സയണും റൂട്ട് സ്റ്റോക്കും നല്ല അടിപൊളിയായിട്ട് ഒരുമിച്ചിരിക്കുന്നതായിരിക്കണം. നെക്സ്റ്റ്, ബഡ് ഷുഡ് ബി മെച്യൂർഡ്. നല്ല വളർച്ച എത്തിയിട്ടുള്ള ബഡ് ആയിരിക്കണം, വളർച്ച എത്തിയിട്ടുള്ള മുകുളമായിരിക്കണം. നെക്സ്റ്റ്, ഗ്രോവിങ് സ്റ്റെം ആയിരിക്കണം, വളർന്നുകൊണ്ടിരിക്കുന്ന കാണ്ഡമായിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നമുക്ക് ബഡ്ഡിങ് മാത്രമല്ല, നമുക്ക് വേറെ കുറച്ച് മെത്തേഡ് കൂടി പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങളുടെ പേജ് നമ്പർ 12 12ാമത്തെ പേജ് നമ്പറിൽ എടുക്കുന്നുണ്ട്. ആദ്യത്തെയാണ് എന്ത്? ലെയറിംഗ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനെ പതിവെക്കൽ എന്ന് പറയും. ഓക്കെ, ലെയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു 3 സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. ബേസിക്കലി അതൊന്ന് വായിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാനൊന്നും പറയില്ല, എന്നാലും ഇങ്ങനെ ഓർഡർ ഒക്കെ തിരിച്ച് വന്നിട്ട് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം വെട്ടിയെടുക്കണം, പിന്നെ രണ്ടാമതായിട്ട് പൊതിഞ്ഞു കെട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജസ്, ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ പേജ് നമ്പർ 12 എടുക്കുന്നുണ്ട്. സോ പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്താണ് ലെയറിംഗ് എന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ലെയറിംഗ്? ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ദ പ്രൊഡ്യൂസിംഗ് ദ പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത്? പതിവെക്കൽ. അപ്പൊ പതിവെക്കലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പുതിയ സാപ്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്, പുതിയ തൈകൾ ഉണ്ടാക്കുന്നതാണ്. ഓരോരോ മെത്തേഡിനും ഓരോരോ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അത് സാറ് പറഞ്ഞുതരാം, അതിനനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കാടാ. ഇതെന്താണ്? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ നിന്ന് വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മാറ്റി നട്ടിട്ട് പുതിയ തൈ ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത്? ലെയറിംഗ്. അതിന്റെ സ്റ്റെപ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്, നിർബന്ധമായിട്ടും വായിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇനി പേജ് നമ്പർ 14 നമുക്കൊരു എണ്ണം എടുക്കുന്നുണ്ട്. അതാണ് ഗ്രാഫ്റ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു സാധനം? ഒട്ടിക്കലാണ്. എന്താണ് ഗ്രാഫ്റ്റിംഗ്? കമ്പ് ഒട്ടിക്കലാണ്. കമ്പ് ഒരുമിച്ച് ഒട്ടിക്കുന്നതിനാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അത് ഈ ഗ്രാഫ്റ്റിംഗിന്റെയും സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. സോ ബഡ്ഡിങ്ങിന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി പോകേണ്ടതാണ് ഗ്രാഫ്റ്റിംഗിന്റെ ഈ പറഞ്ഞ കമ്പൊട്ടിക്കലിന്റെ
ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നിർവചനം എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്, കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫ്റ്റിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ സാപ്ലിംഗ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ superior quality plant with another plant that has roots and belongs to the same species. Plant that has the root selected for the grafting is called rootstock and the stem which is joined to is called scion. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള രണ്ട് വാക്കുകളാണ് എന്ത്? റൂട്ട് സ്റ്റോക്കും സയണും. അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് എന്താണ്? ഒട്ടിക്കലാണ്. എന്തൊട്ടിക്കലാണ്? ജോയിനിങ് ദ സ്റ്റെം ഒട്ടിക്കലാണ്. സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് ദ പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റിന്റെ ഒപ്പം വേറൊരു പ്ലാന്റ് വെച്ചിട്ടുള്ള കമ്പൊട്ടിക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുക. അതിൽ ഫസ്റ്റ് നമുക്കറിയാം റൂട്ട് സ്റ്റോക്കും ഉണ്ട്, സയനും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം റൂട്ട് സ്റ്റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കാം? വേരുള്ളതായിരിക്കാം. അപ്പൊ മണ്ണിൽ നടേണ്ടതായിട്ടുള്ളതാണ് ആര്? നമ്മുടെ റൂട്ട് സ്റ്റോക്ക്. സയൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഒട്ടിക്കാനുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? സയൻ എന്ന് വിളിക്കുക. ഓക്കെ, റൂട്ട് സ്റ്റോക്ക് എന്താണ്? റൂട്ട്, വേര് ഉള്ളതാണ്. അപ്പൊ വേരുള്ളത് എവിടെയാണ്? മണ്ണിൽ നടേണ്ടതാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല വൃത്തിയിൽ വളരുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ വെറൈറ്റി ആയിരിക്കണം നമ്മൾ എന്തായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? റൂട്ട് സ്റ്റോക്ക് ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഏതിന്റെ ഗുണമാണോ എക്സ്ട്രാ വേണ്ടത് അതാണ് നമ്മൾ സയൻ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു ഗ്രാഫ്റ്റിംഗിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബഡ്ഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഗ്രാഫ്റ്റിംഗിന്റെ ക്വസ്റ്റ്യനും വരാം, അതുപോലെ തന്നെ ലെയറിംഗിന്റെ ക്വസ്റ്റ്യനും വരാം. ഓക്കെ, അപ്പൊ അതിന്റെ മലയാളം കൂടി നമുക്ക് ജസ്റ്റ് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കുക. ഓക്കെ, വേരോട് കൂടിയ ചെടിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കുക. അല്ലാത്തത് ബാക്കിയുള്ളതാണ് എന്ത്? സയൻ. നമ്മൾ ഒട്ടിച്ചു ചേർക്കുന്നതിനെയാണ് സയൻ എന്ന് വിളിക്കുക. നമ്മൾ ബഡ്ഡിങ്ങിന്റെ കാര്യത്തിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂട്ട് സ്റ്റോക്ക്, സയൻ എന്ന്. അപ്പൊ റൂട്ട് സ്റ്റോക്ക് എന്താണ്? വേരോട് കൂടിയ മണ്ണിൽ നടുന്നതിനെയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കുക. എന്താണോ ഒട്ടിച്ചു ചേർക്കുന്നത് അതിനെയാണ് നമ്മൾ സയൻ എന്ന് വിളിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, റൂട്ട് സ്റ്റോക്ക് എന്നും അതുപോലെ തന്നെ ഒട്ടിച്ചു ചേർക്കുന്നതിനെ സയൻ എന്നും നമ്മൾ വിളിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണ്? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് വന്ന ബഡ്ഡിങ് കൂടി നമുക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ബഡ്ഡിങ് നിങ്ങളുടെ പേജ് നമ്പർ 16 ബഡ്ഡിങ്ങിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ അതിന്റെ സ്റ്റെപ്പുകളും എടുക്കുന്നുണ്ട്. സ്റ്റെപ്പുകൾ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട, വായിച്ചു നോക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, എന്നാൽ ബഡ്ഡിങ്ങിന്റെ ഡെഫിനിഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ബഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുകുളം. ബഡ് പറഞ്ഞിട്ട് ഒട്ടിക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്ന് വിളിക്കുക? മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് എന്ന് വിളിക്കുക. അപ്പോൾ ബഡ്ഡിങ് എന്താണ് നമുക്ക് നോക്കിയാലോ? നോക്കാം. Okay, budding is the method of producing the superior quality planting material by joining the bud of a superior quality plant with another plant that has roots and belongs to the same species. ഒരേ സ്പീഷീസിൽ വരുന്ന, ഒരേ ഗണത്തിൽ വരുന്ന രണ്ട് പ്ലാന്റ്സിന്റെ ബഡ്സ് തമ്മിൽ ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ബഡ്ഡിങ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു കുട്ടിക്ക് എന്ത് വേണമായിരുന്നു? ഒരുപാട് കളറുള്ള പൂവുകൾ ഒരൊറ്റ ചെടിയിൽ തന്നെ വേണമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബഡ്ഡിങ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു കളറുള്ള, റെഡ് കളറുള്ള ഒരു ചെമ്പരത്തിയോ അല്ലെങ്കിൽ റോസയോ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ അതിന്മേ തന്നെ അവൻ എന്താണ് വേണ്ടത്? ഒരു വൈറ്റ് കളറുള്ള റോസാപ്പൂ വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരെണ്ണത്തിനെ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കുക, ഒരെണ്ണത്തിനെ എന്തായിട്ട് എടുക്കുക? സയൻ ആയിട്ട് എടുക്കുക. റൂട്ട് സ്റ്റോക്കിനെ നമ്മൾ മണ്ണിൽ നടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു സയന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ബഡാണ്, മുകുളമാണ്. അതിനെ എന്ത് ചെയ്യണം? പറിച്ചെടുത്തിട്ട് ഇവിടെ ഒട്ടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബഡ്ഡിങ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ആ ഒരു സ്റ്റുഡന്റ് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രണ്ട് തരത്തിലുള്ള കളറുള്ള പ്ലാന്റ്സ് ഒക്കെ, ചെടികളൊക്കെ ആ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള മെത്തേഡിനെയാണ് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ എന്ന് പറയാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു, മികച്ച പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത്? മുകുളം ഒട്ടിക്കൽ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു 3 മെത്തേഡ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഏതൊക്കെയാണ്? ലെയറിംഗ്, ബഡ്ഡിംഗ്, അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ്. ഒപ്പം തന്നെ നമുക്ക് ഒരു സെർപെന്റൈൻ ലെയറിംഗും കൂടി പഠിക്കാനുണ്ടായിരുന്നു. ആ ഭാഗം കൂടി ഒന്ന് വായിച്ചു പോകാം കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഏത്? ബഡ്ഡിംഗ്, അതുപോലെ തന്നെ ലെയറിംഗ്, അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ,
അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എ ഫാർമർ വാണ്ട് ടു പ്രൊഡ്യൂസ് എ സുപ്പീരിയർ ക്വാളിറ്റി സീഡ്സ് ഫോർ കൾട്ടിവേഷൻ, സജസ്റ്റ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് സച്ച് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. കൃഷിക്ക് ആവശ്യമായ ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരു കർഷകൻ ആഗ്രഹിക്കുന്നു. കൃത്രിമ പരാഗണത്തിലൂടെ അത്തരം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതി നിർദ്ദേശിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വലിയ പണിയൊന്നുമില്ല, ആ ഉത്തരമൊക്കെ തന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇതിന്റെ ഒരു പേര് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. അപ്പൊ എന്താണ്? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കൃത്രിമ പരാഗണമാണ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ്. നമുക്കറിയാം പോളിനേഷൻ ഒക്കെ നമ്മുടെ പ്ലാന്റ്സിൽ നോർമലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പോളിനേഷൻ നടന്നാലാണ് പുതിയൊരു പ്ലാന്റ്സ് ഒക്കെ പുതിയൊരു ജനറേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ ഇതിനെ നോർമലായിട്ട് നടക്കാത്ത പോളിനേഷനെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലി നമ്മൾ പോളിനേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള, ഇപ്പൊ ഇതുവരെ നോർമലായിട്ട് നാച്ചുറലി ഒക്യൂർ ചെയ്യാത്ത നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സിനൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക, റൂട്ട്സ് അല്ല, നമ്മുടെ വിത്തുകൾ സീഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന എങ്ങനെയാണ്? കൃത്രിമ പരാഗണത്തിലൂടെ, ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ സീഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും. അതെന്താണെന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ നെയിം സച്ച് സീഡ്സ് ഡെവലപ്ഡ് ഇൻ ദ ഫോളോയിങ് ക്രോപ്സ്. താഴെ പറയുന്ന കുറച്ച് ക്രോപ്സിന്റെ അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സീഡ്സിന്റെ പേരുകൾ കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ചില്ലി മുളകിന്റെ കണ്ടുപിടിക്കണം, പാടി അതുപോലെ തന്നെ നെല്ലിന്റെ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്കയുടെയും കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. ഓക്കെ, അതിനൊരു സി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? നെയിം ദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വേർ ഹൈ yielding varieties of the rubber plants are developed. Write its location. അത്യുൽപാദന ശേഷിയുള്ള ഇത്തരത്തിലെ അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ചെടികൾ വികസിപ്പിച്ചെടുത്ത ഗവേഷണ സ്ഥാപനത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ, കൃത്രിമ പരാഗണത്തിലൂടെ പുതിയ സീഡ് ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ പുതിയ വിത്ത് ഉണ്ടാക്കുന്ന രീതിയെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഹൈബ്രിഡൈസേഷന്റെ ഡെഫിനേഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് സിംപ്ലി പറയാം എന്താണ് ഹൈബ്രിഡൈസേഷൻ ആണ്. എന്താണ് ഹൈബ്രിഡൈസേഷൻ? നമുക്കറിയാം ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ പുതിയ സീഡുകൾ, പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് വർഗ്ഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നുണ്ടായിരിക്കാം. ഇനി അത്തരത്തിലെ ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ടുള്ള ചില സീഡുകളുടെ പേരുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ചില്ലിയുടെ എന്താണ്? ഉജ്ജ്വല, ജ്വാലാമുഖി. നമുക്കറിയാം ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ എന്തോ നല്ല അടിപൊളി പേരുകളാണ്. അപ്പൊ നമുക്കറിയാം അത് നമ്മുടെ മുളകിന് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചില്ലിക്ക് തന്നെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉജ്ജ്വല, ജ്വാലാമുഖി എന്ന് പറയുന്നത് എന്താണ്? ചില്ലിയുടെ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള സീഡ്സിന്റെ പേരാണ്, വർഗ്ഗസങ്കരണം ചെയ്ത വിത്തുകളുടെ പേരാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പാടിയുടെയാണ് പവിത്ര ആൻഡ് അന്നപൂർണ. ഓക്കെ, അതുപോലെ തന്നെ ലേഡീസ് ഫിംഗർ, വെണ്ടയുടെ എന്താണ്? സൽകീർത്തി, കിരൺ. ഈ ഒരു 3 ഓപ്ഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ചധികം കാര്യങ്ങളും കൂടി പഠിക്കാനായിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഇനി റബ്ബർ കൃത്യമായിട്ട് ഗവേഷണമൊക്കെ ചെയ്യുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRII. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയത്താണ് കേട്ടോ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇത് എവിടെയാണ് കിടക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളുടെ പേജ് നമ്പർ 18 ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ കുറച്ചധികം സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക, എൻ്റെ മക്കൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പ്ലസ് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഒരു കുഞ്ഞ് ബോക്സിൽ എടുക്കുന്നുണ്ട്. എന്താണ് ഹൈബ്രിഡൈസേഷൻ? നമുക്ക് പുതിയ വിത്തുകൾ, നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്, സീഡ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. എങ്ങനെ? നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ, ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ പുതിയ വിത്തുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്ന് പേരിട്ടിട്ട് വിളിക്കുക. അതിന്റെ തൊട്ടുപുറത്തെ പേജിലെ പേജ് നമ്പർ 19 ഈ പറഞ്ഞ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു ഹൈബ്രിഡൈസർ ആയിട്ടുള്ള സീഡ്സിന്റെ പേരും പ്ലാന്റ്സിന്റെ പേരും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, പിന്നെ സ്പൈസസ് ഒക്കെ കൂടുതലായിട്ട് ഗവേഷണം ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ പേജ് നമ്പർ 19 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേജ് നമ്പർ ആണ്. എന്ത് ചെയ്യുക? ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നോക്കാനായിട്ടുള്ളത് ഈ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള സീഡ്സിന്റെ പേരുകളാണ്. സോ അതും കൂടി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഓക്കെ,
ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള സീഡ്സും അതിന്റെ പേരുകളാണ് ഇനി അടുത്തത് വരാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് പ്ലാന്റ്സ് ആണ്. അത് ആ പ്ലാന്റ്സിന്റെ തന്നെ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള വിത്തുകളുടെ പേര്, സങ്കരയിനം വിത്തുകളുടെ പേരാണ് ഇപ്പുറത്തെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം നേരത്തെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് ചില്ലിയുടെ നല്ല അടിപൊളി കിടക്കാച്ചി പേരാണ് എന്താണ്, ഉജ്ജ്വല ജ്വാലാമുഖി എന്ന് പറയുന്നത് എന്താണ്, മുളകാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് നമ്മുടെ പയറിന്റെ എന്താണ്, ജ്യോതിക, അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി, നല്ല നല്ല പേരുകളാണ്. ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് എന്താണ്, പയറാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ പാടിയാണ്. പാടിയുടെ എന്താണ്, പവിത്ര ആൻഡ് അന്നപൂർണ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കോക്കനട്ട് ആണ്, തെങ്ങാണ്. എന്താണ്, ചന്ദ്രലക്ഷ ആൻഡ് ചന്ദ്രശങ്കര. ചന്ദ്രലക്ഷ ആൻഡ് ചന്ദ്രശങ്കര എന്നൊക്കെ വരുന്നത് ചന്ദ്ര വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണത് എന്താണ്, കോക്കനട്ടിന്റെ ആണ്, തെങ്ങിന്റെ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് ലേഡീസ് ഫിംഗർ ആണ്, വെണ്ടക്കയുടെ ആണ്. ഏതൊക്കെയാണ്, സൽകീർത്തി, കിരൺ. ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. എന്തായാലും ക്വസ്റ്റിന് ചോദിക്കുന്നു, 100% ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാൽ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് ഫോർ എ ബെറ്റർ ഈൽഡ് ഇൻ അഗ്രികൾച്ചർ. കൃഷിയിൽ മികച്ച വിളവ് ലഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏതെങ്കിലും ഒരു 4 പോയിന്റ് ആണ് നമ്മളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ചധികം പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കൃത്യമായിട്ട് ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലാസിഫൈ ദ ഫോളോയിങ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ്. ഇനി പറയുന്ന അനുയോജ്യമായ തലക്കെട്ടുകൾക്ക് കീഴിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? യൂറിയ, കൗഡങ്ക് ചാണകം, ബോൺ മീല് എല്ലുപൊടി, NPK മിക്സ്ചർ NPK മിശ്രിതം. ഇതൊക്കെ എന്താണ് നമുക്കറിയാം, ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ഇതൊക്കെ എന്തൊക്കെയോ ഫെർട്ടിലൈസേഴ്സ് ആണ്, വളങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇത് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു ടേബിളിന്റെ അപ്പുറത്തുപുറത്തായിട്ട് കൊടുക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ്സ് വെച്ചിട്ട്, അനുയോജ്യമായിട്ടുള്ള തലക്കെട്ട് വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് സജസ്റ്റ് എനി 2 വീഡ് കൺട്രോൾ മെത്തേഡ്സ്. കളകളെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും 2 രീതികൾ നമ്മളുടെ അടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും ആദ്യം കൃഷിയിലെ നല്ലൊരു ഈൽഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മികച്ച വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം നല്ല വളക്കൂറുള്ള മണ്ണ് വേണം, ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ വേണം. പിന്നെ എന്ത് വേണം? കള നിയന്ത്രണം, വീഡ് കൺട്രോൾ. എന്താണ് കള അല്ലെങ്കിൽ എന്താണ് വീഡ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം, നമ്മുടെ പാടത്തൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത്, നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നെല്ലിനൊക്കെ കൂടുതലായിട്ട് ചിലപ്പോൾ ഇങ്ങനെ പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നു വരും. അനാവശ്യമായിട്ടുള്ള കുറച്ച് പുല്ലുകൾ വളർന്നു വരും. അതിനെയാണ്, അനാവശ്യമായിട്ടുള്ള ആ ചെടികളിനെയാണ് വീഡ് അല്ലെങ്കിൽ കള എന്ന് വിളിക്കാം. അപ്പൊ അതെന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ പെസ്റ്റ് കൺട്രോൾ, കീട നിയന്ത്രണം. പെസ്റ്റുകളെ ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് അത് നിന്ന് നശിപ്പിക്കാനായിട്ട് ചില കീടങ്ങൾ വരും. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോപ്പർ ഇറിഗേഷൻ, കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ദെൻ പ്രോപ്പർ ഇറിഗേഷനാണ് 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ, പ്രോപ്പർ ഇറിഗേഷൻ. അപ്പൊ ഇതാണ് നമ്മളോട് വെച്ചിട്ടുള്ള 4 പോയിന്റ്. നമുക്ക് ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ അണ്ടറിൽ നമുക്ക് എന്തൊക്കെ പറയാം? കൗഡങ്കും ബോൺമീലും പറയാം. ഏതൊക്കെയാണ്? ജൈവ വളത്തിന്റെ അണ്ടറിൽ നമുക്ക് എന്ത് പറയാം? ചാണകം, എല്ലുപൊടി എന്നിവ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ് NPKയും യൂറിയയും ഒക്കെ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് ഈ വീടുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനെങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നമ്മുടെ C ക്വസ്റ്റ്യൻ എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് വീഡിസൈഡ്സ്. കളനാശിനികൾ. ഇങ്ങനെ വളർന്നു വരുന്ന പുല്ലുകളെയൊക്കെ എന്ത് ചെയ്യാം? അനാവശ്യമായിട്ട് വളർന്നു വരുന്ന പുല്ലുകളൊക്കെ നശിപ്പിക്കാനുള്ള വീഡിസൈഡ്സ് ഉപയോഗിക്കാം, കളനാശിനി ഉപയോഗിക്കാം. അതുപോലെ തന്നെ പുള്ളിങ് ഔട്ട് വിത്ത് ഹാൻഡ്, കൈ കൊണ്ട് പറിച്ച് നടാം. ഓക്കെ, അടുത്താണ് മൾച്ചിങ്, പുതയിടൽ എന്ന് പറയുന്ന ഈ കരിയിലൊക്കെ കൊണ്ടിട്ട് പുതയിടുന്നതാണ്. ആ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? വീടുകൾ കൂടുതൽ വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഏതൊരു സൈഡിലൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് കേട്ടോ. വീടുകളിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, കളകളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം? അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് വീഡിസൈഡ് പറയാം, കളനാശിനികൾ ഉപയോഗിക്കുക എന്ന് പറയാം. പുള്ളിങ് ഔട്ട് വിത്ത് ഹാൻഡ്സ്, കൈ കൊണ്ട് പറിച്ച് കളയുക എന്ന് പറയാം. പിന്നെ മൾച്ചിങ്, പുതയിടൽ എന്ന് പറഞ്ഞ ഒരു മെത്തേഡും കൂടി ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ, നമ്മൾ എന്തിനാണ് ബേസിക്കലി ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, നമ്മളുടെ ഇപ്പോൾ നമ്മളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് എന്ത് തരാറുണ്ട്? നമുക്ക് ഈ ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ തരാറുണ്ട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ആഡിങ്സ് ആണ് എന്ത്? ഇത്തരത്തിലുള്ള വളങ്ങൾ അല്ലെങ്കിൽ
എന്ന് പറയാം ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇതില് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ജൈവവളങ്ങളെന്നും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വേണ്ടി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യത്തെയാണ് എന്ത്? ചാണകം. അതെന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. അതുപോലെ തന്നെ ബോൺ മീൽ, എല്ലുപൊടി, കോഴിക്കാഷ്ടം, നമ്മുടെ ചിക്കൻ മാനുവർ, കമ്പോസ്റ്റ് ഒക്കെ ജൈവ വളങ്ങളുടെ അണ്ടറിൽ വരുന്നതാണ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്, രാസവളങ്ങളാണ്. രാസവളങ്ങളുടെ അണ്ടറിൽ വരുന്നതാണ് യൂറിയ, NPK, അതുപോലെ തന്നെ ഫാക്ടം ഫോസ്. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ആഡ് ചെയ്യാം. ഇപ്പൊ ഫ്യൂരിഡാൻ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും രണ്ട് എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ഏതെങ്കിലും ഒക്കെ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെയും കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഒപ്പം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം സെറ്റാണ്. നമുക്കറിയാം ഓർഗാനിക് ഫെർട്ടിലൈസർ എവിടുന്നായിരിക്കും? ഓർഗാനിക് മാറ്റർ എന്നായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ എന്തായിരിക്കും? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇൻഡസ്ട്രി, ഈ പറഞ്ഞ ഫാക്ടറി, വ്യവസായശാലകളിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ഡിഫറൻസ്. നെക്സ്റ്റ് ഓർഗാനിക് ഫെർട്ടിലൈസർ ജൈവവളങ്ങൾ ഒരുപാടധികം വേണ്ടി വരും. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, ഒരുപാടധികം ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വേണ്ടി വരും. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ വളരെ കുറച്ച് മതി, റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് നോട്ട് ഹാംഫുൾ ടു സോയിൽ. എന്ത്? ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് മണ്ണിന് അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് എന്താണ്? എക്സസ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, നമ്മുടെ മണ്ണിന്റെ ഘടനയൊക്കെ നശിപ്പിക്കാൻ ആര് തയ്യാറായിരിക്കും? നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിന്റെ സ്ട്രക്ചർ ഒക്കെ നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കോമ്പണന്റ്. ഇപ്പൊ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ? ഇപ്പൊ ചാണകം, അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കാഷ്ടം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് മാത്രമായിരിക്കില്ല അതിലുണ്ടായിരിക്കുക, മിക്സഡ് ആയിട്ടായിരിക്കും നമുക്ക് ഉപയോഗിക്കുക. പക്ഷെ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ സിംഗിൾ കോമ്പോണന്റ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഡിഫറൻസിന്റെ ഒരു ടേബിൾ. ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടേബിൾ അതേപോലെ എഴുതി വെച്ചാൽ മതി. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ഓർമ്മയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെയും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറിന്റെയും എന്ത് ഡിഫറൻസിന്റെ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ അതിന്റെ മലയാളം കൂടി സാർ ഒന്ന് വായിച്ചു തരാം. ഓക്കെ, ജൈവവളങ്ങൾ ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടിവരും, മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് രാസവളങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ടാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ മതി, ലെസർ ക്വാണ്ടിറ്റിയിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാൻ, ചെറിയ അളവിൽ അല്ലെങ്കിൽ സിംഗിൾ കോമ്പോണന്റ് ഒക്കെ ആയിട്ട് നമുക്ക് നൽകാം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ പെസ്റ്റിസൈഡ്സ്. കീടങ്ങൾ തിന്ന് നശിപ്പിക്കുമ്പോൾ അതിനെ കൊന്നുകളയാനുള്ള ആൾക്കാർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാർംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഹൗ ക്യാൻ വി പ്രിപ്പയർ ഇറ്റ്? ഇപ്പൊ നമുക്കറിയാം രാസകീടനാശിനികളെക്കാൾ ജൈവ കീടനാശിനികൾ താരതമ്യേന ദോഷകരമല്ല. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? പുകയില കഷായം അല്ലെങ്കിൽ ടുബാക്കോ ഡിക്കോക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പുകയില കഷായം, ടുബാക്കോ ഡിക്കോക്ഷൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫ്രൂട്ട്സ് ഫ്രം ദ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഷുഡ് ബി സെലക്ടഡ് ടു ഗെറ്റ് ഗുഡ് സീഡ്സ്. നല്ല വിത്ത് ലഭിക്കുന്നതിന് ഏത് വിളവെടുപ്പ് ഘട്ടത്തിൽ നൽകുന്ന പഴങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്? അത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി ടുബാക്കോ ഡിക്കോക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ പുകയില കഷായം നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ചോപ്പ് 100 grams of the tobacco and soak it in 1.5 liters of the water for a day. Squeeze it and filter it. Dissolve 10 grams of the washing soap in it. Tobacco decoction is ready. എങ്ങനെയാണ്? 100 gram പുകയില ചെറു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. സ്ക്യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അരിച്ചെടുക്കണം. ഇതിൽ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലുള്ള 10 gram ബാർ സോപ്പ് ഇതിൽ നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്യുക, നന്നായിട്ടൊന്ന് ലയിപ്പിക്കുക. ദെൻ പുകയില കഷായം അപ്പൊ റെഡിയായി. നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു കീടനാശിനിയായിട്ട്, ഒരു ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ്? നമ്മളൊരു ഫ്രൂട്ട്സ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏത് തരം ഫ്രൂട്ട്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുക? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? മിഡിൽ ഏജ് ആയിരിക്കണം, മധ്യകാലത്ത് ഉണ്ടായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കണം എന്നുള്ളത് ഒരു കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്
വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ്. നമുക്കറിയാം കമ്പൊട്ടിക്കലിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന വേരോട് കൂടിയ ചെടിയെ നമ്മളൊരു പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഏതാണ്? റൂട്ട് സ്റ്റോക്ക് ആണ്. റൂട്ട് സ്റ്റോക്ക് ആണ്. റൂട്ടുള്ളത് എന്താണ്? റൂട്ട് സ്റ്റോക്ക് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം, മാച്ച് ദ ഫോളോയിങ് ആണ്. അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അതിനെ കൃത്യമായിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എ എന്ന് പറയുന്നതിലെ പിസികൾച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് എന്താണ്? ബിയിലെ ആ ഒരു കൃഷി രീതികളാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കൃഷി രീതിക്ക് പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിക്ക് പറയുന്ന പേരുകളാണ് എയിൽ കൊടുത്തിട്ടുള്ളത്. ബിയിൽ എന്താണ്? ഏതിനൊക്കെയാണ് കൃഷി ചെയ്യുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ കോളം വായിക്കാം. പിസികൾച്ചർ, ക്യൂണികൾച്ചർ, മഷ്റൂം കൾച്ചർ, സെറികൾച്ചർ ആൻഡ് എപ്പികൾച്ചർ. ബി എന്ന് പറയുന്നതിൽ കൊടുത്തിട്ടുള്ളത് കൂൺ കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് മഷ്റൂം. നെക്സ്റ്റ് തേനീച്ച വളർത്തൽ, റിയറിംഗ് ഓഫ് ഹണി ബി, റിയറിംഗ് ഓഫ് സിൽക്ക് വേം, പട്ടുനൂൽ പുഴു വളർത്തൽ, റിയറിംഗ് ഓഫ് റേബിറ്റ്സ്, മുയൽ വളർത്തൽ, റിയറിംഗ് ഓഫ് ഫിഷസ്, മത്സ്യങ്ങളെ വളർത്തൽ. ഇങ്ങനെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. എന്താണ്? പിസികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? മത്സ്യങ്ങളെ വളർത്തുന്നതാണ്. റിയറിംഗ് ഓഫ് ഫിഷസ് ആണ് പിസികൾച്ചർ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് ക്യൂണികൾച്ചർ. എന്താണ്? റിയറിംഗ് ഓഫ് റാബിറ്റ്സ് ആണ്. മുയലുകളെ വളർത്തുന്ന രീതിയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക ക്യൂണികൾച്ചർ എന്ന് വിളിക്കുക. നെക്സ്റ്റ് വൺ മഷ്റൂം കൾച്ചർ. നമുക്കറിയാം കൂണിനെ വളർത്തുന്നതിനെയാണ്, മഷ്റൂമിനെ വളർത്തുന്ന രീതിയാണ് നമ്മൾ മഷ്റൂം കൾച്ചർ എന്ന് വിളിക്കുക. കൾട്ടിവേറ്റിംഗ് മഷ്റൂം, കൂൺ കൃഷി എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് സെറികൾച്ചർ ആണ്. സെറികൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പട്ടുനൂൽ പുഴുകളെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ്. റിയറിംഗ് ഓഫ് സിൽക്ക് വേം ആണ് സെറികൾച്ചർ. ദെൻ എപ്പികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ചനെ വളർത്തുന്നതാണ്. റിയറിംഗ് ഓഫ് ഹണി ബീസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ പെസ്റ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്. 2 കീടനിയന്ത്രണ പരിപാടികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമുക്ക് ഓൾ ടോട്ടൽ 3 കീടനിയന്ത്രണ പരിപാടികളാണ് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണത്? ബയോളജിക്കൽ കൺട്രോൾ, മെക്കാനിക്കൽ കൺട്രോൾ, പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. ജൈവ കീടനിയന്ത്രണം, യാന്ത്രിക കീടനിയന്ത്രണം, പിന്നെ പെസ്റ്റിസൈഡ്, കീടനാശിനികൾ, കീടങ്ങളെ കൊല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്. ചിലപ്പോൾ ഇത് ഇങ്ങനെ മാത്രമല്ല ചോദിക്കുക, എന്തും കൂടി ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ രീതിയിൽ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ബയോളജിക്കൽ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, മെക്കാനിക്കൽ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, പെസ്റ്റിസൈഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ചെറിയ ഒരു ബ്രൈഫ് നോട്ട് സാറ് പറഞ്ഞുതരാം. ഓക്കെ, പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ബയോളജിക്കൽ കൺട്രോൾ ആണ്. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ? നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കീടങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് പ്രകൃതി തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ പ്രകൃതിയിലുള്ള വേറെ ആരൊക്കെയൊക്കെ വന്നിട്ട് ചെയ്തോളും. അപ്പൊ അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ജൈവ കീട നിയന്ത്രണം എന്ന് വിളിക്കുക. അപ്പൊ നമുക്കറിയാം ഈ ഒരു പിക്ചറിൽ കാണുന്ന ലേഡി ബഗിനെ അല്ലെങ്കിൽ വട്ടച്ചാഴിനെ നമുക്ക് അറിയായിരിക്കും. അപ്പൊ എന്താണ് ഈ ലേഡി ബഗ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീടങ്ങളെ തിന്ന് നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളെല്ലാം നമ്മുടെ പ്ലാന്റ്സിനെ നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളെ ആഹാരമാക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ലേഡി ബഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നട്ടി വളർത്തുന്ന ചെടീനെ തിന്നുന്ന ആൾക്കാരെ തിന്ന് നശിപ്പിക്കുക. ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊക്കെ പറയില്ലേ? അപ്പൊ നമ്മുടെ മിത്രമാണ് ആര്? നമ്മുടെ ലേഡി ബഗ്, അല്ലാന്നുണ്ടെങ്കിൽ വട്ടച്ചാഴി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ലേഡി ബഗ് എന്ത് ചെയ്യും? തിന്ന് നശിപ്പിക്കും, വിഴുങ്ങി നശിപ്പിക്കും. നെക്സ്റ്റ് അതുപോലെ തന്നെ വേറൊരാളാണ് ആര്? ട്രൈക്കോഗ്രാമ എന്ന് പറയുന്ന വേറൊരാൾ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലെ തന്നെ. ഫ്രോഗ്, മബൂയ, കാലോട്സ്, ബഗ്, ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു പ്ലാന്റ്സിൽ വരുന്ന കീടങ്ങളെ, പെസ്റ്റുകളെ തിന്ന് നശിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യും? പ്രകൃതി തന്നെ അതിന് കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളതാണ് ബയോളജിക്കൽ കൺട്രോൾ, ജൈവ കീട നിയന്ത്രണം. ഓക്കെ, അപ്പൊ അതിന് മലയാളം കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. വട്ടച്ചാഴി എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്ന് നശിപ്പിക്കും. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ആര്? ട്രൈക്കോഗ്രാമ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? വട്ടച്ചാഴി പഠിച്ചു, ലേഡി ബഗ് പഠിച്ചു. നെക്സ്റ്റ് ട്രൈക്കോഗ്രാമ പഠിച്ചു. ഇതേപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. തവളയുണ്ട്, അരണയുണ്ട്, ഓന്തുണ്ട്, വണ്ടുണ്ട്. ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പ്ലാന്റ്സിനെ തിന്ന് നശിപ്പിക്കുന്ന ആൾക്കാരെ
തിന്ന് നശിപ്പിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കാം. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ കീടനിയന്ത്രണം എന്ന് പറയുന്നത്. ഓക്കെ, കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്ര കീടങ്ങളും നശിക്കുന്നു. അപ്പോൾ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ മിത്ര കീടങ്ങളും കൂടി നശിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ജൈവ കീടനിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ മെക്കാനിക്കൽ കൺട്രോൾ ആണ്. ഇതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ യാന്ത്രിക കീടനിയന്ത്രണത്തിന് മെക്കാനിക്കൽ കൺട്രോളിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ കാണപ്പെടുന്ന തുളസി ഉണ്ടല്ലോ. ഈ തുളസി ഒരു സ്റ്റീലിന്റെ പ്ലേറ്റിൽ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഓക്കെ, അതിന്റെ ആ ഒരു ലീവ്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് വെക്കുക. അപ്പൊ ഇതിന്റെ ഒരു സ്മെല്ല് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പെസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ട് ചാവും. അപ്പൊ ഇങ്ങനെ പെസ്റ്റുകളെ ഇങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് സ്മെല്ലുകൊണ്ട് അട്രാക്ട് ചെയ്തിട്ട് ഒരു കെണിയില് ഒരു ട്രാപ്പിൽ പെടുത്തുന്നതാണ് എന്ത്, മെക്കാനിക്കൽ കൺട്രോളിൽ ചെയ്യാം. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫിറമോൺ ട്രാപ്പ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ദിസ് മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് by removing them manually or using the trap is called mechanical control. ഫിറമോൺ ട്രാപ്പ്, ഫിറമോൺ കെണി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഇത്തരത്തിലെ കീടങ്ങളെ കൊല്ലുന്ന രീതിയാണ് നമ്മൾ മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ തുളസിയുടെ ഇല അരച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യും, നമ്മുടെ പെസ്റ്റുകളെ അട്രാക്ട് ചെയ്യും. പക്ഷെ അവർ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് നശിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതിന്റെ മലയാളം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് ഒന്ന് നീഷിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാണാനായിട്ട് പറ്റും, തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയാം. ഇതിന് വേറൊരു പേര് കൂടി പറയും, അതാണ് എന്ത്, ഫെറമോൺ കെണി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഈ കീടങ്ങളെ കൊല്ലാനുള്ള കുറച്ച് ആൾക്കാരാണ്, അതിനെയാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ, കീടങ്ങളെ നശിപ്പിക്കാനുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ പെസ്റ്റിസൈഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഓർഗാനിക് പെസ്റ്റിസൈഡ്സും, രാസ കീടനാശിനികളും ജൈവ കീടനാശിനികളും. ഇപ്പൊ നമുക്കറിയാം രാസ കീടനാശിനികൾ എന്ന് പറയുന്നത് എന്താണ്, ഈ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും, രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി ഒക്യൂർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള നമ്മുടെ ടൊബാക്കോ ഡിക്കോക്ഷൻ ഒക്കെ വരുന്നതാണ്. ഓക്കെ, ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാർംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് നമ്മുടെ മണ്ണിന് ദോഷമാണ്, ചെടിക്ക് ദോഷമാണ്, നമ്മുടെ ഹെൽത്തിന് ദോഷമാണ്. കാരണം എന്താണ്, ഈ പ്ലാന്റ്സിനാണ് ഇതൊക്കെ അടിക്കാന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനങ്ങളെ നമ്മളും കൂടി കൺസ്യൂം ചെയ്യുന്നതാണ്. നമ്മൾ എന്തിനാണ് ചെടിയൊക്കെ നട്ടു വളർത്തുന്നത്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിനെയും കൂടിയും എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് ബയോ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിൾസ് ആണ് ടൊബാക്കോ ഡിക്കോക്ഷൻ, നീം ഓയിൽ ഇമൽഷൻ, ഗാർലിക് കാന്താരി മിക്സ്ചർ എന്നിവ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണം. ഏതൊക്കെയാണ്, പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണങ്ങളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്തരം ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. നിങ്ങളുടെ അടുത്ത് ഇതിന്റെ പേര് മാത്രമല്ല, ഇതിനൊരു എക്സ്പ്ലനേഷൻ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കൂടി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? എന്നാൽ നമ്മുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തി തുടങ്ങി. ഓക്കെ, നമ്മുടെ അവസാന ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ചിത്രീകരണം പൂർത്തിയാക്കാനാണ്. എഗെയിൻ ഒരു ഇല്ലസ്ട്രേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സെറികൾച്ചർ എന്ന് കൊടുത്തിട്ട് താഴെ ഒന്നും കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ഇവിടെ റിയറിംഗ് ഓഫ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ എ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ബിയും ഡിയും നമ്മൾക്ക് ഒന്നും തന്നിട്ടില്ല. അതുപോലെ തന്നെ റിയറിംഗ് ഓഫ് ഹണി ബി, തേനീച്ച വളർത്തൽ എന്ന് കൊടുത്തിട്ടുണ്ട്. മുകളിലെ എപ്പികൾച്ചർ എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ താഴെ കാർഷിക മേഖലകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എ ബി സി ഡി എന്തൊക്കെ വരും എന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. എന്നാലും നമുക്ക് ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെറികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, റിയറിംഗ് ഓഫ് സിൽക്ക് വേം ആണ്, തേനീച്ചകളെ വളർത്തുന്നതാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. പിസികൾച്ചർ റിയറിംഗ് ഓഫ് ഫിഷസ് ആണ്, മുയൽ വളർത്തലാണ്, ഫിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുയൽ വളർത്തലല്ല, എന്താണ്, നമ്മുടെ മീനുകളെ വളർത്തുന്നതാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ക്യൂണികൾച്ചർ റിയറിംഗ് ഓഫ് റാബിറ്റ്സ് ആണ്, മുയലിനെ വളർത്തുന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. എഗെയിൻ നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരുപാടധികം കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നിങ്ങളുടെ ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ ഒരു വട്ടത്തിനകത്ത് ഒരുപാടധികം കാർഷിക മേഖലകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അഗ്രികൾച്ചറൽ സെക്ടർ അല്ലാന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് എന്തിനൊക്കെയാണ് വളർത്തുക, അതിന് ശാസ്ത്രീയമായിട്ട് നമുക്ക് എന്ത് പേര് കൊടുക്കാം എന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. ആ വട്ടം ഒന്ന് വലുതാക്കി കാണിച്ചു തരാം. ഓക്കെ,
ഓക്കെ, നമുക്കറിയാം ഇതാണ് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് പിസി കൾച്ചർ ആണ്. പിസി കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റിയറിംഗ് ഓഫ് ഫിഷസ്, മീനുകളെ ശാസ്ത്രീയമായി വളർത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ് പിസി കൾച്ചർ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് സെറികൾച്ചർ ആണ്, റിയറിംഗ് ഓഫ് സിൽക്ക് വേം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടുനൂൽ പുഴുക്കളെ ശാസ്ത്രീയമായിട്ട് വളർത്തുന്ന രീതിയെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക സെറികൾച്ചർ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ഫ്ലോറികൾച്ചർ ആണ്, ആ പേരും തന്നെ നമുക്കറിയാം ഫ്ലവേഴ്സിനെ ശാസ്ത്രീയമായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫ്ലോറികൾച്ചർ. ദെൻ എപ്പികൾച്ചർ എന്താണ് റിയറിംഗ് ഓഫ് ഹണി ബീസ് ആണ്, തേനീച്ചകളെ വളർത്തുന്ന രീതിയെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത് എപ്പികൾച്ചർ. നെക്സ്റ്റ് എന്താണ് ക്യൂണികൾച്ചർ. എന്താണ് ക്യൂണികൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുയലിനെ വളർത്തുന്നതിനെയാണ് റിയറിംഗ് ഓഫ് റാബിറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ക്യൂണികൾച്ചർ എന്ന് വിളിക്കുക. നെക്സ്റ്റ് വൺ ഈസ് മഷ്റൂം കൾച്ചർ. എന്താണ് മഷ്റൂം കൾച്ചർ ആണ്, കൾട്ടിവേറ്റിംഗ് മഷ്റൂം, അതാണ് എന്ത് മഷ്റൂം കൾച്ചർ. ദെൻ കോഴികളെ ശാസ്ത്രീയമായി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നതാണ് എന്ത് പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കോഴികളെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കന്നുകാലികൾ, ഇപ്പോ ഈ ഒരു പശു, എരുമ, ആട് ഇവരിനെയൊക്കെ നാലുകാലികളെ ഒക്കെ ശാസ്ത്രീയമായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്ര അധികം സെക്ടേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് 100% ഷുവർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ഭാഗം എല്ലാതും പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് സാറിന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും ഈ ഒരു ഓണം എക്സാമിന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എക്സാം ചെയ്തിട്ട് ഫുൾ മാർക്കും വാങ്ങിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കേടാ, ബൈ.